വെറും ഒരു 5 മിനിറ്റ് മെനക്കെട്ടിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു ബനാന ബ്രെഡ്, ഇനി ബനാന കേക്ക് എന്ന് വേണമെങ്കിലും പറയാം, ഈ ഒരു റെസിപ്പി ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. വെറും 5 മിനിറ്റ് മാത്രം മെനക്കെട്ടു എന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നന്നായി പഴുത്തിട്ടുണ്ടായിരുന്ന 2 റോബസ്റ്റ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിത് വേറൊരു റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ ഇതിനകത്തുള്ള 1-2 ചേരുവകൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു കേക്ക് അല്ലെങ്കിൽ ബ്രെഡ് ഞാൻ കേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ സാധാരണ ഒരു ടീ കേക്കിൻ്റെയൊക്കെ ടേസ്റ്റാണ്, ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ കേക്കാണ് കേട്ടോ. ഒരു മീഡിയം മധുരമൊക്കെ ആയിരിക്കും, മധുരം വേണ്ടുന്നവർ കൂട്ടിക്കൊടുത്തേക്കുക. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്. പിന്നെ വാൾനട്ട് ഞാൻ വെച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഫ്രൂട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വാൾനട്ട് ഇടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലുള്ള നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല, പിന്നെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. അതിന് പകരം എന്താ ചേർത്തിരിക്കുന്നതെന്ന് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് കടന്നാലോ. അപ്പം ഞാനിത് നമ്മുടെ റോബസ്റ്റ പഴം അത് പെട്ടെന്ന് തന്നെ പഴുത്ത് വല്ലാണ്ടായി പോട്ടോ. പിന്നെ അത് കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തിരുന്നു, അത് 2 ബാക്കി ഉണ്ടായിരുന്നു, എടുത്ത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് വലിയ റോബസ്റ്റ പഴം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം. ആദ്യം തന്നെ നമുക്കൊരു ജാറിനകത്തോട്ട് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ചേർക്കുന്നത് ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽപ്പാടയാണ് കേട്ടോ. പാല് കാച്ചുമ്പോൾ നമ്മൾ വെണ്ണ എടുക്കാൻ വേണ്ടി പാൽപ്പാട എടുത്ത് വെക്കില്ലേ, അത് റൂം ടെമ്പറേച്ചറിൽ ആയ പാൽപ്പാടയാണ് ഞാനൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പഞ്ചസാരക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ. ഒരു 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി പൊടിച്ചിട്ട് ചേർക്കണമായിരുന്നു. ഇപ്പം ഞാൻ പൊടിച്ച് വെച്ചത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് ഇട്ട് കൊടുത്തു മാത്രം കേട്ടോ. അപ്പോൾ ഇത് 3 കൂടി നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. ആ പാൽപ്പാട ചേർക്കുന്നത് നമ്മൾ എണ്ണക്ക് പകരമാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. നല്ല റിച്ചായിട്ടുള്ള ഒരു ക്രീമി ഫ്ലേവർ എന്നൊക്കെ പറയാം, അത്ര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പാൽപ്പാട ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കിന് ഞാൻ ഓൾറെഡി പാൽപ്പാട ചേർത്തിട്ട് ഈ പഴം ചേർക്കാത്ത കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ടീ കേക്ക് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 റോബസ്റ്റ പഴം ഞാൻ എന്തായത് നന്നായിട്ടൊന്ന് കൈ വെച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും മാഷർ വെച്ച് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്നും അടിക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് നമ്മുടെ മുട്ട, ശർക്കര, പിന്നെന്താ പാൽപ്പാട, ഇത് 3ൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തേ. എന്നിട്ട് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടില്ല കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നേരിട്ട് ഇതിനകത്തോട്ട് അരിച്ചു കൊടുക്കുകയാണ്. പാത്രം ചെറുതായി പോയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും ഇനിയിപ്പോൾ മാറ്റാനൊന്നും വയ്യ, ഞാൻ എങ്ങനെയെങ്കിലും ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുത്തോളാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വലിയ പാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ അതാ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയോ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ വിസ്ക്കാണ് നല്ലത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. ആ പഴം കണ്ടോ കുറച്ച് ഇങ്ങനെ തെരുതെരിപ്പായി നിൽക്കുകയും ചെയ്യും, അതൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വാൾനട്ട്, ഇങ്ങനെയുള്ള കേക്കുകൾക്ക് വാൾനട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ബേക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അത് ഞാൻ കുറച്ച് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി വീട്ടിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു സ്ക്വയർ ടിന്നിലാണ് കേട്ടോ. സ്ക്വയറല്ല, റെക്റ്റാങ്കിൾ ടിന്നിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് പകുതി ഒഴിച്ച് കൊടുത്തു. കാരണം പകുതിക്ക് മേലെ നമ്മളിത് മാക്സിമം നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. പിന്നെ ഞാനൊരു ഭംഗിത്തിരി വാൾനട്ടും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. ആദ്യമേ അത് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു റിങ് വെച്ചിട്ട് ഒരു പാത്രം, അതിനകത്ത് ഇത്തിരി മണ്ണ്, നല്ല ഒരു ബേക്കിംഗ് ഇഫക്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഒരു ഇത്തിരിയും കൂടെ ബാക്കി വന്നു. പിന്നെ അത് ഞാൻ വിചാരിച്ചു ഏതായാലും ഓവനിൽ വെക്കാമെന്ന് കരുതി. എന്നിട്ട് അത് ഒരു ചെറിയൊരു നമ്മുടെ ബേക്കിംഗ് ഡിഷിൽ മാറ്റിയിട്ട് ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ബേക്കിംഗ് ഡിഷിൽ എണ്ണ പുരട്ടി ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചതുകൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത്, വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ട്. നമ്മൾ ബേക്ക് ചെയ്ത ഉടനെ നമ്മളത് കുറച്ച് നേരം ആറാൻ വെക്കണം. അപ്പോൾ ആ നേരത്തെ തുണിയിട്ട് മൂടി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകാതിരിക്കാനാണ് കേട്ടോ. പിന്നെ നമ്മൾ നന്നായി തണുത്ത ശേഷം മാത്രമേ നമ്മൾ മുറിക്കാവൂ കേട്ടോ. അപ്പോൾ ഇത് ഓവനിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ മുറിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. ചിലപ്പോൾ പോയി വരുമ്പോഴേക്കും മോനെങ്ങാനും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് അവൻ അതിനെ ആക്രമിച്ച് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ മുറിച്ചിട്ടാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഇതേ
നമ്മുടെ ബ്രെഡ് ലോഫ് കണ്ടല്ലോ എത്ര ഭംഗിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ടെന്ന്.